മൂന്നാമത്തെ ചാപ്റ്റർ ഫ്ലവർ ടു ഫ്ലവർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്തത് വരെയുള്ള ഭാഗം നോട്ടായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു റിവൈഷനാണ്, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, വ്യത്യസ്തമായ ഫ്ലവേഴ്സ് ഉണ്ട്. ഓരോ ഫ്ലവറും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്പർ ഓഫ് പെറ്റൽസിൽ വ്യത്യാസമുണ്ട്, പിന്നെയോ കളറിൽ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, ഫ്രാഗ്രൻസ് സ്മെല്ലിൽ വ്യത്യാസമുണ്ട്, പിന്നെയോ സിംഗിൾ ഫ്ലവർ ഉണ്ട്, നമ്മളെ കണിക്കൊന്ന പോലത്തെ അല്ലെങ്കിൽ പിന്നെ പെഗോഡ പോലത്തെ അങ്ങനത്തെ ഇൻഫ്ലോറസൻസ് ഉള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ രാത്രി വിരിയുന്നതുണ്ട്, പകൽ വിരിയുന്നതുണ്ട്. രാത്രി വിരിയുന്നതിൽ നമ്മളെന്ത് പറഞ്ഞു, മൂത്തിൻ്റെ പിന്നെ ഹെൽപ്പോടെയാണ് അതിൽ പിന്നെ പോളിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ലൈഫ് ടൈമിൽ വർഷങ്ങൾ കൂടുമ്പോൾ വിരിയുന്ന നീലക്കുറിഞ്ഞി പോലത്തെ റഫ്ലേഷ്യ പോലത്തെ അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെയോ ഇതിൽ മൊത്തത്തിൽ നമ്മൾ ജനറലായിട്ട് നോക്കുമ്പോൾ ഫ്ലവേഴ്സിൽ എന്തുണ്ട്, ജനറലായിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്. ആ പാർട്സ് നമ്മൾ പറഞ്ഞു. പെഡിസൽ, പിന്നെയോ തലാമസ്, കാലിക്സ്, കൊറോള, പിന്നെ ഗൈനീഷ്യം, ആൻഡ്രീഷ്യം. നമ്മൾ ചെമ്പരത്തിൻ്റെ എടുത്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തു നോക്കി. അപ്പോൾ ഈ പെഡിസലിന് ഓരോ ഭാഗത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. പെഡിസലിൻ്റെ ഫങ്ഷൻ എന്താണ്, ഫ്ലവറിനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യലാണ്. പിന്നെയോ തലാമസിൻ്റെ ഫങ്ഷൻ എന്താണ്, ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയും ഹോൾഡ് ചെയ്യലാണ്. പിന്നെയോ കാലിക്സിൻ്റെ ഫങ്ഷൻ എന്താണ്, കാലിക്സിൻ്റെ ഫങ്ഷൻ പിന്നെ രണ്ട് ഫങ്ഷൻ ഉണ്ട്. ബഡായിരിക്കുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം, പിന്നെയോ ബ്ലൂം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബ്ലൂം ചെയ്യുന്ന സമയത്ത് ഇതിനെ ഹോൾഡ് ചെയ്യണം. പിന്നെയോ കൊറോളയാണെന്ത്, നമ്മളെ ഈ കളർ കൊടുക്കുന്നത്, നല്ല കളറ്, അട്രാക്ഷന്, ഫ്രാഗ്രൻസ്, സ്മെല്ല് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പൂമ്പൊടിയും ആ ഒരു സ്റ്റിക്കുള്ളൊരു ഭാഗമില്ലേ, ആൻഡ്രീഷ്യം. പിന്നെ നമ്മൾ ഈ മുകളിൽ ഒരു റെഡ് പോലെയുള്ളൊരു 3 ഇങ്ങനെ എന്നിട്ട് നമ്മളുള്ളിൽ മുറിച്ചെടുത്തപ്പോൾ ഒരു വൈറ്റ് ഭാഗം, എന്നിട്ട് ലാസ്റ്റ് ഒരു എഗ്ഗ് പോലത്തെ ഒരു വൈറ്റ് ഭാഗം. അത് മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്, ഗൈനീഷ്യം. ഇനി നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ആ ഫങ്ഷൻസ് നോക്കിയാൽ പെഡിസലിൻ്റെ നമ്മൾ പറഞ്ഞു പ്ലാന്റ്, ഫ്ലവറും പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഭാഗമാണ് പെഡിസൽ. പിന്നെയോ തലാമസ് ഫ്ലവേഴ്സിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ ഹോൾഡ് ചെയ്യലാണ് പണി. പിന്നെയോ കാലിക്സ് അതായത് സെപ്പൽസിനെ ടുഗദറായിട്ട് നമ്മൾ കാലിക്സ് എന്ന് പറയാം. പിന്നെ കാലിക്സിൻ്റെ നമ്മൾ പറഞ്ഞു ഇതാ ബഡായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെയോ അത് ബ്ലൂം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. നമ്മൾ കൊറോളയുടെ കാര്യം പറഞ്ഞു, അതിന് കളറ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രാഗ്രൻസ് നല്ല സ്മെല്ല് കൊടുക്കുന്നത്, അട്രാക്റ്റീവ്നെസ് എന്തിനാണ്, ഹണി ബീ പോലത്തെ ബട്ടർഫ്ലൈ പോലത്തെ ആളുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനാണ്. അതിന് നെക്റ്റാർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് കുടിക്കാൻ വേണ്ടി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അട്രാക്റ്റ് ചെയ്യണം. പിന്നെയോ അപ്പോൾ നെക്റ്റാർ കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു ചില പോളൻസിന് എൻ്റെ സ്പെസിഫിക്കേഷൻ പെക്യുലാരിറ്റീസ് നമ്മൾ പറഞ്ഞു. ചിലത് സ്റ്റിക്കിയാണ്, അപ്പോൾ ഹണി ബീൻ്റെ മൗത്തിൽ സ്റ്റിക്കായി നിൽക്കും. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതിൽ പിന്നെ നമ്മൾ പറയാനുള്ളത് ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. പിന്നെ ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ആൻഡ്രീഷ്യത്തിലുള്ള 2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു, ഈ പൂമ്പൊടിയും ഒരു സ്റ്റിക്കും. ഈ മഞ്ഞ കളറ് ആന്തറിൻ്റെ ഉള്ളിലാണ് എന്ത്, പോളൻ ഗ്രൈൻസ് കാണപ്പെടുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടല്ലോ സ്റ്റിക്ക് പോലത്തെ, അതാണ് ഫിലമെൻറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെയോ നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ 3 പാർട്ടാണുള്ളത് നമ്മൾ പറഞ്ഞു. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അത് നമ്മളതിൻ്റെ സെക്ഷന് കൃത്യമായിട്ട് എടുത്തതാണ്. അതിൻ്റെ വലിയൊരു പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് 3 വിഭാഗങ്ങൾ, സിഗ്മ, സ്റ്റൈൽ, ഓവറി കൂടിയതാണ്. അതിൽ ഓവറിയുടെ ഉള്ളിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്, ഒവിയോൾ കാണപ്പെടുന്നത്. അവിടെ എഗ്ഗ് കാണപ്പെടുന്നുണ്ട്. പിന്നെയോ ആൻഡ്രീഷ്യത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആന്തറും ഫിലമെൻറ്റും ഉണ്ട്. ആന്തറിൻ്റെ ഉള്ളിലാണ് എന്ത്, പൂമ്പൊടി, പോളൻസ് കാണപ്പെടുന്നത്. ഈ പോളൻസ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ആയിട്ട് സ്റ്റിഗ്മയിലെത്തണം. സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴി ഓവറിയിലെത്തണം. ഓവറിയിലെ ഒവിയോളിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ അതായത് ഇതെന്തിനാണ് നടക്കുന്നത്, അതായത് ഒരു ഫ്ലവർ പുതിയ യങ് വണ്ണിന് പിന്നെ ജന്മം കൊടുക്കുന്നതാണ്.
റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഭാഗങ്ങൾ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്, മെയിൽ ഓർഗനും ഉണ്ടാവും, ഫീമെയിൽ ഓർഗനും ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മെയിൽ ഓർഗൻ ആൻഡ്രീഷ്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചില സ്ഥലങ്ങളിൽ സ്റ്റാമൻ എന്ന് കാണുന്നത് എന്തുകൊണ്ടാണ്, ഇതാ ഇവിടെ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, കൊറോളയുടെ കാര്യം പറഞ്ഞു. സെപ്പൽസിനെ കലക്റ്റീവായിട്ട് കാലിക്സ് എന്ന് പറയുന്നു, പെറ്റൽസിന് പിന്നെ ടുഗദറായിട്ട് നമ്മൾ കൊറോള എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഗൈനീഷ്യത്തിന് 3 പാർട്ടുകളുണ്ട്, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. പിന്നെയോ ഓവറിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. എഗ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ഒവ്യൂൾ, ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. പിന്നെയോ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റാമൻസ് ആണ്. ഇതാ ഒരുപാട് സ്റ്റാമനുകൾ, ഒരു സ്റ്റാമൻ, 2 സ്റ്റാമൻ, അങ്ങനെ ഒരുപാട് സ്റ്റാമനുകൾ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. പിന്നെയോ ആന്തർ ആൻഡ് ഫിലമെൻറ്റ്, ആന്തറും ഫിലമെൻ്റാണ് സ്റ്റാമൻ്റെ ഭാഗങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ പോളൻ ഗ്രൈൻസ് എവിടെയാണ് കാണപ്പെടുന്നത്, ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രൈൻസ് കാണപ്പെടുന്നത്. പിന്നെയോ പോളൻ ഗ്രൈൻസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, പോളൻസിൻ്റെ ഉള്ളിൽ മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഈ മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ആയിട്ട് ഫീമെയിൽ ഗാമേറ്റിലെത്തണം, സ്റ്റിഗ്മയിലെത്തുന്നു, സ്റ്റൈലിലൂടെ ഓവറിയിലെത്തുന്നു, ഓവറിയിലുള്ള ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ പിന്നെ ചില ഫ്ലവേഴ്സിൽ നമ്മൾ എന്ത് കാണില്ല, ഗൈനീഷ്യം കാണില്ല, ചിലയിൽ ആൻഡ്രീഷ്യം കാണില്ല, ചിലയിൽ രണ്ടും കാണും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. യൂണിസെക്ഷൽ, ബൈസെക്ഷൽ, എങ്ങനെയാണ് അങ്ങനെ പേര് വന്നത്? നമ്മൾ ഹിബിസ്കസിൻ്റെ കേസിൽ, ഹിബിസ്കസ് ക്ലാസ്സിലെടുത്ത സമയത്ത് അതിലെന്തുണ്ട്, അതിൽ ആന്തറുമുണ്ട്, ഫിലമെൻറ്റും ഉണ്ട്, അതായത് ആൻഡ്രീഷ്യമുണ്ട്. പിന്നെയോ ഗൈനീഷ്യമുണ്ട്, അതായത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഉണ്ട്. അപ്പോൾ ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും ഹിബിസ്കസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഫ്ലവേഴ്സിന് നമ്മൾ എന്ത് പറയും, അത്തരം ഫ്ലവേഴ്സിനെ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. പിന്നെയോ നമ്മൾ